അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസായിരിക്കും. ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കേൾക്കണം, യാ റസൂലല്ലാഹ് അയ്യുൽ അമാലി അഫ്ളലു, ഓ നബിയെ, അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏത് നബിയെ? ഉടൻ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ല്, ഈമാനും ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് ശരിക്കും വിശ്വാസം വെച്ചിട്ട് ഈമാൻ കൊണ്ടിട്ട് പിന്നെ ജീവിക്കുന്നതായിരിക്കണം. ഒ ജിഹാദും ഫീ സബീലിഹി, അവൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തതായിരിക്കണം. വ ഹജ്ജുൻ മബ്റൂറുൻ, അതുപോലെ മബ്റൂറായ ഹജ്ജായിരിക്കണം. മൂന്നായിരിക്കണം ശ്രേഷ്ഠമായ ഇബാദത്തുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ കൊണ്ട് ഈമാൻ ഉൾക്കൊണ്ട് ജീവിക്കണമെങ്കിൽ അള്ളാഹുയുടെ ദീൻ അനുസരിച്ച് കറക്റ്റ് ജീവിക്കണം. എൻ്റെ റബ്ബ് അള്ളാഹു ചെല്ല ആ ഒരു വിശ്വാസത്തോടു കൂടെ അള്ളാഹു എന്തെല്ലാം കൽപ്പിച്ചാൽ അതെല്ലാം ജീവിതത്തിൽ കൊണ്ടുപോകേണ്ടതും അവൻ വിരോധിച്ചത് തൊട്ട് ദൂരത്താവലായിരിക്കണം. അതുപോലെ തന്നെ അള്ളാഹുയുടെ മാർഗത്തിൽ യുദ്ധം ചെയ്തത്, ജിഹാദ് ചെയ്തതും വലിയൊരു ശ്രേഷ്ഠമായ അമലായിരിക്കണം. അതുപോലെ മബ്റൂറായ ഹജ്ജ് എന്നെങ്കിൽ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയും പിന്നെ ശേഷമുള്ള ജീവിതം, ഹജ്ജിൻ്റെ അനന്തരമുള്ള ജീവിതം ദോഷം ചെയ്യാത്ത നിലക്ക് എങ്ങനെ ഉമ്മ പെത്ത പിന്നെ കിടാവിടെ പോലെ ഹജ്ജോട് കൂടെ അവൻ ആയിത്തീറാണ്, അതുപോലെ കണ്ടിന്യൂ ആക്കുന്നതായ ഹജ്ജ് കഴിഞ്ഞിട്ട് മബ്റൂറായ ഹജ്ജ് ചെല്ലും. അങ്ങനെ ആ വ്യക്തി തിരിഞ്ഞു പോയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചിട്ട് രണ്ടാമത് എന്നിട്ട് കേട്ട്, അഹ്വനു അലൈക മിൻ ദാലിക, അതിനായിട്ട് എളുപ്പമായ കാര്യം എനിക്ക് പരിപാടി തരട്ടെ. അപ്പോൾ അയാൾ ക്വസ്റ്റ്യൻ ചെയ്ത്, അതിനായിട്ട് എളുപ്പമായ കാര്യമല്ലേ? അപ്പോൾ എന്ത് ചെയ്തു? ആ മുത്തൊആമി, മനുഷ്യന്മാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്തായിരിക്കും. വലയ്യിനുൽ കലാമി, അതുപോലെ മനുഷ്യന്മാരുടെ പലക്ക വരുമ്പോൾ നല്ല മയമായ രീതിയിൽ പലക്ക വരും, നല്ല സോഫ്റ്റായ ആർക്കും നൊമ്പലാവാത്ത നിലക്കുള്ള പലക്ക നിൻ്റെ വായിൽ വരട്ടെ. ഹുസ്നുൽ ഖുൽഖി, അതുപോലെ മനുഷ്യന്മാരുടെ പെരുമാറുമ്പോൾ നല്ലൊരു സ്വഭാവത്തോടു കൂടി പെരുമാറും. ഇത് ശ്രേഷ്ഠമായ അമലായിരിക്കണം. പിന്നെയും അയാൾ തിരിഞ്ഞു പോയപ്പോൾ പിന്നെയും വെച്ച് ചൊന്തു, അഹ്വനു അലൈക മിൻ ദാലിക, അതിനായിട്ട് യാറ എളുപ്പമായതൊന്നും പരിപാടി തരട്ടെ. ലാ തത്തഹിമില്ല അലാ ഷൈഇൻ ഖലാഉ അലൈക, പിന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിട്ട് ഒരു തെറ്റിദ്ധാരണം വേണ്ട. അള്ളാഹു എന്ത് വിധിച്ചിരണം അതെല്ലാം തൃപ്തിപ്പെട്ട് ജീവിക്കുക, അതായിരിക്കും ശ്രേഷ്ഠമായ അമൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം